അഫ്ഗാനിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഫെറൂല സ്പീഷീസ് ചെടികളിൽ നിന്നുമാണ് കായം നിർമ്മാണത്തിനുള്ള മെറ്റീരിയലായ കറ ശേഖരിക്കപ്പെടുന്നത്. എന്നാൽ ഈ മെറ്റീരിയൽസിലെ വിവിധ ക്വാളിറ്റികൾ ഇവ എങ്ങനെയാണ് ശേഖരിക്കുന്നത് എന്നതിനെ പറ്റി നമുക്ക് ഈ വീഡിയോയിൽ കാണാം, കേൾക്കാം കായത്തിൻ്റെ കഥ. ഞാനിപ്പോൾ ഉള്ളത് ഉസ്ബെക്കിസ്ഥാനിലെ ക്യാപിറ്റലായ താഷ്ഖണ്ഡിലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കട്ട് ചെയ്യുന്നതെല്ലാം കാണിച്ചു. കട്ട് ചെയ്തുള്ള ഈ പ്രൊഡക്റ്റ് എങ്ങനെ ഇരിക്കുന്നു എന്നത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതെല്ലാം അവിടുന്ന് കട്ട് ചെയ്ത് ഇവിടെ നമ്മുടെ സപ്ലയറിൻ്റെ ആളുടെ ഗസ്റ്റ് ഹൗസിലൂടെ കൊണ്ടുവരും. ഇവിടെ നിന്നാണ് റീപാക്കിംഗ് നടക്കുന്നത്. അതുപോലെ വന്നിട്ട് നമ്മളിത് കട്ട് ചെയ്ത് ഇതുപോലത്തെ ഡബ്ബകൾ നിറയ്ക്കും. എന്നിട്ടാണ് നമ്മൾ ഇന്ത്യയിലേക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യണത്. ഫസ്റ്റ് കട്ടിങ്ങിൽ വരുന്ന സാധനമാണ് ഇത്. ആദ്യത്തെ ഒരു 5 ദിവസം ഇതുപോലെ നുക്ര പോലെ നമ്മൾ ഈ കുന്തിരിക്കൊക്കെ പോലെ അതുപോലെ നമുക്ക് കട്ടിങ് ഇതുപോലെ വരും ആദ്യത്തെ 5 ദിവസം. പിന്നെ അടുത്ത 5 ദിവസം കട്ടിങ് നമുക്ക് 5 ദിവസത്തെ കട്ടിങ്ങിലും ഇതുപോലെ തന്നെ ഇതിനേക്കാളും കുറച്ച് ക്വാളിറ്റി കുറഞ്ഞു വരും. പിന്നെ വീണ്ടും 5 ദിവസം അതുപോലെ തന്നെ കുറച്ചും കൂടി ക്വാളിറ്റി കുറഞ്ഞു വരും. അങ്ങനെ 3 രീതിയിൽ ഈ ഗ്രാനുവൽ പോലെ ഇങ്ങനെ നമുക്ക് ഈ സാധനം വരും. അതിനുശേഷം പിന്നെ കട്ട് ചെയ്ത് പറയുന്നത് ഈ ഫോർമാറ്റിലായിരിക്കും. ഇതിന് ഹൽവ ക്വാളിറ്റി എന്നാണ് പറയുന്നത്. പിന്നെ ഇത് കഴിഞ്ഞ് നമുക്ക് കുറച്ചിങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ വരും. ഇതുകൊണ്ടാണ് ഇങ്ങനെ പേസ്റ്റ് പോലെ ലൂസായിട്ട് വരും. ഇതിലായിരിക്കും ഏറ്റവും കൂടുതൽ വന്നത്. നമ്മളൊരു ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 40% ഇതുപോലെ ആയിരിക്കും വന്നത്. ഇതാണ് കായത്തിൻ്റെ മെറ്റീരിയൽ ഏറ്റവും വില കൂടിയ സാധനമാണിത്. ഷീഷ എന്ന് പറയും. ഈ നുക്കറുടെ തന്നെ ഏറ്റവും ഫസ്റ്റ് കട്ടിൽ തന്നെ ഉസ്ബെക്കിസ്ഥാനിലുള്ള ട്രീയിൽ തന്നെ സാധനമാണ്. ഇതാണ് കായം എന്ന് പറയുന്നതിൽ ഏറ്റവും വില കൂടിയ സാധനം. ഇതിന് ഏകദേശം ഒരു 25,000 to 30,000 വില വരും. ഇത് അതേ സാധനം തന്നെ അതിൻ്റെ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ വരുന്നതാണ്. ഇതിന് കുറച്ചും കൂടെ വില കുറയും. അതനുസരിച്ചിട്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം മനസ്സിലാവും. മറ്റേ നല്ല ഗ്ലാസ് പോലെ ഇരിക്കും. ഇത് കുറച്ചും കൂടെ ആ ഒരു ഇത് കുറയും. ഇത് വരുമ്പോൾ വീണ്ടും ഒരു 5,000-6,000 വില കുറയും. അങ്ങനെ കുറഞ്ഞ് വരും ഇതിൻ്റെ വില. അവസാനം ലൂസായ സാധനം വരുമ്പോൾ ഒരു 10,000 അങ്ങനെ ആ റേഞ്ചിലേക്ക് വരും.